ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ബുധനാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത്, ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ബുധനാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുപ്പുണ്ടാക്കിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും കേട്ടോ അറിയാത്തത്. അപ്പോൾ അങ്ങനെ പുതിയ അടുപ്പിൽ ഇന്ന് പാല് കാച്ചാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, പടച്ചോൻ വിചാരിക്കണേന് ഒരു വീടും ഇതുപോലെ ആയിട്ട് എന്നെങ്കിലും ഇതുപോലെ പാല് കാച്ചാൻ പറ്റുമെന്ന് എന്താ പറയുക, അതും ഒരു സ്വപ്നം തന്നെയാണ് കേട്ടോ. ഇപ്പം അടുത്ത കാലത്ത് എന്തായാലും നടക്കില്ല എന്നറിയാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു അടുപ്പ് ഇട്ടതല്ലേ, അപ്പം അങ്ങനെ പാല് കാച്ചാലും വെച്ചിട്ട് അങ്ങനെ കാച്ചുന്നതാണ് കേട്ടോ. ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കരുത്. ഇങ്ങനെയെങ്കിലും അങ്ങോട്ട് നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. പാല് ഞാൻ ഇപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമ്പോഴത്തെ സ്റ്റിക്കർ ഞാൻ കുറേ പറിച്ചെടുക്കാനായിട്ട് നോക്കിയിട്ട് പുതിയ ചെമ്പായിരുന്നു. അപ്പോൾ അത് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്നെല്ലാം അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ചോറും പിന്നെ കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. കറിയൊക്കെ ഞാൻ കുക്കറിൽ തന്നെ വെക്കുന്നത്. ഇന്ന് ബീഫ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അരക്കിലും ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. സുഡാപ്പി കുറേ ദിവസമായി ബീഫ് പറയണം. അപ്പോൾ അങ്ങനെ അരക്കിലും ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാനവിടെ കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിപ്പോൾ കറി വയ്ക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് പണികളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ച മൺചട്ടി ഉണ്ടല്ലോ, അത് നമുക്കിനി ഒന്ന് മയക്കിയെടുക്കണം. എന്നാലാണ് കുറേ നാൾ ഈട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മൺചട്ടി ഇതേപോലെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ആ ബക്കറ്റിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചട്ടി ഒന്ന് കുതിർന്ന് വരണം, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഇട്ട് വെച്ച സമയത്ത് കണ്ട ചെറിയ ചെറിയ എന്താ പറയുക, എയർ ബബിൾസ് വരുന്നതുണ്ടോ, അത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ടാവും. അത് ഉള്ളിലാണ് കേട്ടോ. പൊട്ടിയതാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഉണ്ടാവും കേട്ടോ. മൺചട്ടിയല്ലേ, അപ്പോൾ അതിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും മൺചട്ടി നമ്മൾ സോപ്പിട്ട് കഴുകാൻ പാടില്ല എന്ന്. അതിപ്പോൾ ഞാൻ ചട്ടി മേടിക്കാൻ പോയ അവിടുത്തെ അമ്മാമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മാമ്മ എനിക്ക് പറഞ്ഞതാണ് കേട്ടോ. ഈ കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇങ്ങനെ ചട്ടിയൊന്ന് നനച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ നമ്മൾ സ്ക്രബ് വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇതേപോലത്തെ സ്പോഞ്ചോ അതൊന്നുമില്ലെങ്കിലും പ്ലാസ്റ്റിക് കവർ ആയാലും മതി എന്നാട്ടോ പറഞ്ഞത്. ഇതേപോലെ ഇട്ടിട്ട് നല്ല പോലെ ഉള്ളിലൊക്കെ ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ ഈ മൺചട്ടി ആകുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ഒരു ചൊയ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മയക്കെടുക്കുന്ന ടൈമിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കാതെ ഇതേപോലെ കഴുകിയെടുക്കുക. സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചെറിയ ഹോൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ സോപ്പ് കയറിയിരിക്കും. പിന്നെ നമ്മൾ പാചകം ചെയ്യും, നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാചകം ചെയ്യുന്ന സമയത്ത് അതങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ ചൂടാകുമ്പോൾ സോപ്പൊക്കെ അതിലേക്ക് ഇളകി വരും. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാനാണ് കേട്ടോ ചേച്ചി എനിക്ക് പറഞ്ഞതെന്ന്. ചേച്ചിയല്ല, അമ്മാമ്മ എനിക്ക് പറഞ്ഞതെന്ന് കേട്ടോ. അങ്ങനെ നല്ല പോലെ ഞാൻ കടലമാവൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഇതിലേക്ക് ഈ കലത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടുപ്പ് ഞാൻ ഒന്നുകൂടി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടിട്ടുണ്ടായിരുന്നില്ല. ചോറായതിന് ശേഷം ഞാൻ അവിടെ വിറക് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോൾ വരുമ്പോഴേക്കും തീയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മൺചട്ടി നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചായൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി എങ്ങനെ മയക്കെടുക്കുന്നതെന്നുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ കഞ്ഞിവെള്ളത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ഒക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ എന്തായാലും അമ്മമ്മ പറഞ്ഞതല്ലേ, നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെ വെള്ളം ഒന്ന് ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് ചായലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായലൊരു വലിയ ടേബിൾ സ്പൂൺ 3-4 ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ കണ്ടോ, പൊരിഞ്ഞ കാറ്റെന്ന് വെച്ചാൽ പൊരിഞ്ഞ കാറ്റ്. ആ സമയത്ത് നല്ല പുകയുന്നുണ്ടായിരുന്നു കേട്ടോ. കാറ്റ് കൊണ്ട് അടുപ്പ് കേടുമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കാറ്റൊക്കെ പോന്ന് കുറഞ്ഞപ്പോൾ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചായലിട്ട് കൊടുക്കുകയാണ്. ഏത് ചായലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചട്ടിയുടെ ഉള്ളിലൊക്കെ ഒന്ന് കറുത്ത് കളറായി വരണം. അങ്ങനെ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചട്ടി കുറേ നാൾ ഈട് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയ ടീസ്പൂൺ എടുത്തിട്ട് ഒരു 3-4 ടീസ്പൂൺ ചായലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തേക്ക് തീ വരുന്നില്ല കേട്ടോ. അതിപ്പോൾ കത്തി പിടിച്ച് വന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കണം. നമ്മൾ വിറക് വെക്കുന്ന സമയത്ത് വിറകൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അടുപ്പിലേക്കും വരും കേട്ടോ. പിന്നെ കാറ്റുള്ള കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടും കത്തിയും നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേ ഞാൻ ചായയിൽ ഇട്ട് കൊടുത്ത് ഇതേ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ തിളച്ച് ഇങ്ങോട്ട് വറ്റി പോകണം. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ നമ്മൾ ഗ്യാസമ്മ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കഴിയാമെന്നല്ലാണ്ട് വെള്ളം പെട്ടെന്നൊന്നും വറ്റി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചട്ടിയൊക്കെ മയക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അടുപ്പിൽ പാചകം ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു വേണ്ട, ആദ്യം ചട്ടി മയക്കെടുക്കുക, എന്നിട്ട് നമുക്ക് നാളെ തൊട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ വിറക് കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ. ഇപ്പോൾ കണ്ടോ അപ്പുറത്തെ അടുപ്പിലേക്കൊക്കെ നന്നായിട്ട് തീ വരുന്നത് കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ അടുപ്പ് ഇട്ടപ്പോൾ എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ അടുപ്പിലേക്ക് തീ വരുമെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലെ നല്ല രീതിയിൽ തന്നെ തീ കത്തും കേട്ടോ. നമ്മൾ വിറകൊന്നും ജസ്റ്റ് അങ്ങോട്ട് നീക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കത്തി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇപ്പോൾ എന്തായാലും അവിടെ തിളച്ചത് അങ്ങോട്ട് വറ്റിട്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് നിസ്കാരവും മോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പാല് കാച്ചലൊക്കെ ചെയ്തത്. പിന്നെ അതെ ഞാനിവിടെ മസാലക്കറി ഉണ്ടാക്കണം. ഇന്ന് പൂരി മസാല ആയിട്ട് ഉണ്ടാക്കുന്നത്. പൂരിക്കുള്ള മാവൊക്കെ ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല ഇപ്പോൾ അതേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും ഇട്ടിട്ടാണ് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് താളിക്കാണ്. അപ്പോൾ കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ച് താളിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഈ മസാലയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പാത്തൂസ് എൻ്റെ പുറകെ നടക്കുകയാണ്, എനിക്ക് പൂരി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ആ പണി അവിടെ നിർത്തിയിട്ടാണ്. അടുപ്പ് കിടന്നതിന് മുമ്പ് നമുക്ക് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നടന്നോളൂ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ പണി ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇതേ മസാലക്കറി ഇതേ കണ്ടില്ല, മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പൂരി ഞാൻ ഇന്നിപ്പോൾ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, വീഡിയോസിലൊക്കെ നല്ല വ്യൂസ് കുറവുണ്ട് കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ നല്ല കുറവാണ്. വീഡിയോ കാണുന്നവരൊന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ സമയത്ത് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്പം തന്നെ ലഭിക്കും കേട്ടോ. അതൊന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ഇത് പൂരി ഞാനൊന്ന് പ്രസ്സിലാണ് കേട്ടോ ഇന്ന് പരത്തിയെടുക്കുന്നത്. എന്നല്ല കേട്ടോ, ഞാൻ എന്നും പ്രസ്സിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് എണ്ണ ചൂടായതിന് ശേഷം വേഗം പൂരി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, എനിക്ക് ചൂടോടെ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ പറഞ്ഞു വേണ്ട നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിവർക്ക് പാല് കാച്ചിയ ടൈമിൽ നേരത്തെ ആണല്ലോ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ പാല് കാച്ചിയ ടൈമിൽ തന്നെ ഞാൻ അവർക്ക് വേഗം അവൻ ബൂസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കടയിൽ പോയ സമയത്ത് 10 രൂപയുടെ ബൂസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ നല്ല വലുപ്പമുണ്ട്, അത്യാവശ്യം പൊടിയുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അവർക്ക് പാലും ബിസ്ക്കറ്റും രാവിലെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ആ ചട്ടി അവിടെ എന്തായാലും അടുപ്പത്ത് എടുക്കട്ടെ, തീയും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇടാം. അപ്പോൾ ചോറൊക്കെ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വിറക് വരുന്ന ടൈമിൽ വിറക് മേടിച്ചിട്ട് വേണം ഇനി അടുപ്പിൽ പാചകം ചെയ്ത് തുടങ്ങാൻ കേട്ടോ. ഇതിപ്പോൾ ഒരു ആഗ്രഹത്തിൽ അങ്ങനെ അങ്ങോട്ട് പാല് കാച്ചിയതാണ്. അപ്പോൾ മോൻ ചോദിക്കുന്നുണ്ട് വിറക് കിട്ടിയിട്ട് ചെയ്താൽ പോരാ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്നും ഇങ്ങനെ നാളെ വെച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ ഉള്ള വിറക് കൂട്ടിയിട്ട് നമുക്ക് എന്തായാലും പാല് കാച്ചൽ അങ്ങോട്ട് കഴിക്കാം. പിന്നെ ചട്ടി മയക്കെടുക്കണം. ഇനിയിപ്പോൾ വിറക് വരുന്ന ടൈമിൽ നമ്മൾ ചട്ടി റെഡിയാക്കിയില്ലെങ്കിൽ നമുക്ക് കറി വെക്കാനൊന്നും പറ്റൂല. അപ്പോൾ എന്തായാലും അതും കൂടി അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാം കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബീഫിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം തെളിച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5-6 വിസിലടിക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് കണ്ടില്ലേ ചട്ടിയൊക്കെ നല്ലോണം തിളച്ച് ചായ ഇതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചട്ടി തിളയ്ക്കല്ല കേട്ടോ, വെള്ളം തിളച്ച് ചായയൊക്കെ ഇങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ട് ആ വെള്ളം. അങ്ങനെ ഇപ്പോൾ ഇത്ര വെള്ളം ഉള്ളൂ കേട്ടോ. ഞാൻ കുറേ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾ കണ്ടായിരുന്നല്ലേ. അങ്ങനെ എല്ലാ കാലത്തും വെള്ളം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ തന്നെ അതങ്ങോട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചായയിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് ചെടിയുടെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. റോസിൻ്റെയും അങ്ങനെ വേറെ ചെടികളുടെ അടിയിലൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടിക്ക് വളത്തിനും നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ടത്തോടും കൂടി പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചായയിൽ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്കിവിടെ ഇട്ട് കൊടുക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ ചട്ടിയിലത്തെ എല്ലാം ഞാൻ മാറ്റി കളഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്ന വെള്ളം. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല, നല്ല കറുപ്പ് കളറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ നല്ലോണം ഒന്ന് പുറമൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുത്തു കേട്ടോ. തേച്ച് കഴുകിയെടുത്തത് സോപ്പിലല്ല കേട്ടോ, ചാരത്തിലാണ് കഴുകിയെടുത്തത്. ചാരില്ലെങ്കിൽ കടലമാവിൽ തന്നെ കഴുകിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് തുടച്ചെടുത്തു. ഉള്ളിലത്തെ കളറൊക്കെ കണ്ടപ്പോൾ മാറിയത്. നേരത്തെ വെയിലത്തായിരുന്നു നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലേക്ക് ഞാനിത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്
ഇനി തടവി എല്ലാ ഭാഗത്തും എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ വേണം നമ്മളിത് ആക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതേ എല്ലാം മോളിത്തെ വലിയ കുടുക്കയിലും ആക്കിയിട്ടുണ്ട്, നമ്മുടെ ഓട്ടറച്ചട്ടിയിലും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇതിലും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സുഡാപ്പി ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സുഡാപ്പി പറഞ്ഞു ഈ ക്യാമറ ഓൺ ആയിട്ടില്ലാന്ന്. അങ്ങനെ സുഡാപ്പി വന്നിട്ട് ക്യാമറയൊക്കെ ഓൺ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ എല്ലാ ചട്ടിയിലും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഒരു 2 മണിക്കൂറെങ്കിലും വെയിലത്ത് കൊണ്ടുവയ്ക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10 മണി 10:15 ആയിട്ടുണ്ട്. നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചട്ടി നമുക്ക് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. ഇതെല്ലാം ചട്ടിയിൽ ഞാൻ എണ്ണ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ലപോലെ തന്നെ ചട്ടിയുടെ മാറ്റം, ആദ്യത്തെ ചട്ടി ഇപ്പോഴത്തെ ചട്ടിയുടെ മാറ്റം. അങ്ങനെ അത് വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബീഫ് കറി റെഡിയാക്കാം. അപ്പോൾ ബീഫ് വേവിച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കുക്കറിലേക്ക് സബോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാനിത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിലുള്ള സ്പൂണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ നിറഞ്ഞിരിക്കണം, കാരണം സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു സ്പൂൺ എടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ, എന്നാൽ ഞാൻ വേവിക്കുന്ന സമയത്ത് ഇട്ടുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതേ ഗരം മസാല, പിന്നെ കുറച്ച് നമ്മുടെ പെരുംജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കുറച്ച് കുരുമുളക് പൊടി, അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള മസാലപ്പൊടിയൊക്കെ. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം. ഞാൻ മസാലയുടെ ഒക്കെ ഒന്ന് പച്ചക്കുത്തൊന്ന് പോണവരൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് അത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്ന മസാലയിലേക്ക്. ഇനി ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ചാറ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം വേവിക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിലിട്ട് അടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോഴേക്ക് ഇതേ കറിയൊക്കെ റെഡിയാക്കണം നേരം കൊണ്ട് നമ്മുടെ ചട്ടിയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അകത്ത്. ഇനി ഇതിൻ്റെ ശേഷം നമുക്കിനി ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്തും കൂടും. പിന്നെ നമ്മളതും കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്കും ചിലപ്പം ബോറടിക്കുക, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് തുടച്ചാലും മതി. ഇത് നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ, നമ്മളിനി ചെയ്യാൻ പോകുന്ന ഫുഡ് നമ്മൾ ഉപയോഗിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സബോള ഇട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് മുരിച്ച് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ചട്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് അവിടെ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിലേക്ക് പൂപ്പൽ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.